പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ 100% ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകിവരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനം കടന്നുപോകുന്നത് ഏറ്റവും കൂടുതൽ വികസനം നടന്ന കാലഘട്ടത്തിലൂടെയെന്ന് മന്ത്രി GR അനിൽ. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കീഴായൂർ സെന്റർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അകറ്റി സംസ്ഥാനത്തെ നവകേരളത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. നവംബർ 1 കേരളത്തെ തീവ്ര ദാരിദ്ര്യം ഇല്ലാത്ത നാടായി പ്രഖ്യാപിക്കുന്നതോടെ സംസ്ഥാന ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ല് കൂടി കൂട്ടിച്ചേർക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കീഴായൂർ സെന്റർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടാകില്ല. പട്ടാമ്പി ജംഗ്ഷനിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന, അതിനുശേഷവും പലതവണ നിരന്തരമായി വന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ പട്ടാമ്പി ടൗൺ അതിവേഗം വളരുന്ന ഒരു ടൗണാണ്. ആ പട്ടാമ്പി, ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന ആ റോഡിന്റെ മാറ്റം ഇതുപോലെ നമ്മുടെ ചെർപ്പളശ്ശേരിയിലേക്ക് പോകുന്ന റോഡാണെങ്കിൽ, പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന റോഡാണെങ്കിൽ, എല്ലാ റോഡുകളും എത്ര 1000 കോടിയാണ് ഇതിനെല്ലാം വേണ്ടി ചെലവഴിച്ചത്, സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷം മുതൽ പട്ടണങ്ങൾ വരെയുള്ള ഭാഗങ്ങളിലെ വലിയ മാറ്റം, ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഈ മാറ്റം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം കൊണ്ട് മാത്രമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് മഹാഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്മാർട്ടായി മാറിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അംഗൻവാടികൾ മുതൽ ഇത് കാണാൻ സാധിക്കും. LP സ്കൂളുകളിൽ ഉൾപ്പെടെ പ്രീ പ്രൈമറി ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് മുറികളായി മാറുകയാണ്. ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിൽ 45,000-ൽ പരം ക്ലാസ് മുറികൾ ഏറ്റവും ആധുനിക രീതിയിലുള്ള സ്മാർട്ട് ക്ലാസ് മുറികളായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. കീഴായൂർ സെന്റർ അങ്കണവാടി പരിസരത്ത് നടന്ന പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.